ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സോയ ഗ്രേവിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണിത്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ മീൽ മേക്കർ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് 1 കപ്പ് അളവിൽ മീൽ മേക്കർ എടുത്തിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് നമ്മൾ ഒരു 2 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ഉപ്പിട്ട വെള്ളത്തിൽ ഒന്ന് വേവിച്ച് തന്നെ എടുക്കണം. അപ്പോൾ മാത്രമേ ഇതിനുള്ളിലേക്ക് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് വരുള്ളൂ. 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സോയ ചങ്ക്സ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതിൽ നിന്ന് എടുക്കാം. അതിനുശേഷം തണുത്തതിന് ശേഷം ഈ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് പിഴിഞ്ഞ് മാറ്റണം. നമ്മുടെ ഗ്രേവി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. ഓയിലൊന്ന് ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർക്കാം. പിന്നെ വേണ്ടത് ഒരല്പം കറിവേപ്പിലയാണ്, അതും ചേർക്കുകയാണ്. കൂടെ തന്നെ 1 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൂടി ചേർക്കുകയാണ്. 1 സവാള മതിയാവും. അതുകൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് പകുതി അളവിൽ വഴറ്റിയിട്ട് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി കൂടി. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. 1 മിനിറ്റ് അതുവരെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി റോസ്റ്റ് ചെയ്തെടുക്കണം ഇതൊന്ന്. ഇപ്പോൾ നമ്മുടെ മസാലയുടെയൊക്കെ ഒരു പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ടൊമാറ്റോ പേസ്റ്റാണ്. ഞാനിപ്പോൾ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുകയാണ്. ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ടാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ടൊമാറ്റോ പേസ്റ്റ് തയ്യാറാക്കുമ്പോഴത്തേക്കും ബീട്രൂട്ട് കയ്യിലുണ്ടെങ്കിൽ ഒരല്പം ബീട്രൂട്ടും കൂടെ ചേർത്തിട്ടാണ് അത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു കളർ ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇതിലൊരല്പം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ആണ്. അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഉള്ളത്. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർക്കുകയാണ്. ഈ വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അത്രയും സമയം കൊണ്ട് ഈ മസാലയൊക്കെ നമ്മുടെ സോയ ചങ്ക്സിൽ പിടിച്ചിട്ടുണ്ടാവും. എന്നാൽ ശരി, 2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ ഇത്. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറിയെല്ലാം നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല കളറായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ ഇത് അധികം എരിവൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ ബീട്രൂട്ടൊക്കെ ഇട്ട് ടൊമാറ്റോ പേസ്റ്റ് തയ്യാറാക്കിയതിൻ്റെ പേരിലാണ് ഇത്രയും കളറായിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടിയാണ്. കൂടെ തന്നെ ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി. നമ്മൾ ഈ സോയ ചങ്ക്സിൽ സ്പൈസി ആയിട്ടുള്ള എന്ത് വെക്കുമ്പോഴും ഒരല്പം പഞ്ചസാര കൂടി ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. കൂടെ തന്നെ ഒരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ദോശയുടെ കൂടെയും ഇഡ്ലിയുടെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണിത്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.